തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് ഛർദിയും വയറിളക്കവും വന്ന് ഒരാൾ മരിച്ച സംഭവത്തിൽ കോളറ സ്ഥിരീകരിച്ച് ജില്ലാ ആരോഗ്യ വിഭാഗം. നെയ്യാറ്റിൻകര തവരവിള ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റിയിലെ അന്തേവാസിയായിരുന്ന വിതുര തൊളിക്കോട് മലയടി മുളമൂട്ടിൽ വീട്ടിൽ അനിൽകുമാറിന്റെ മകൻ 26 മരിച്ചത്. അന്തേവാസികളിൽ 16ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ചികിത്സയിലുള്ള 10 വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ഇവിടെ അന്തേവാസികൾക്ക് ഛർദിയും വയറിളക്കവും പിടികൂടിയത്. അനു വെള്ളിയാഴ്ച രാവിലെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിരികെ ഹോസ്റ്റലിലേക്ക് മടങ്ങിയെങ്കിലും വൈകിട്ടോടെ രോഗം മൂർച്ഛിക്കുകയും മരിക്കുകയുമായിരുന്നു. ആദ്യം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ തുടരുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗം, നഗരസഭയുടെ ആരോഗ്യ വിഭാഗം എന്നിവ പരിശോധന നടത്തി. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത്. കോളറ സ്ഥിരീകരിച്ചതോടെ DMOയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ആരോഗ്യപ്രവർത്തകർ പരിശോധനകൾക്കായി തവരവിളയിലെത്തി. ഇന്നലെ വൈകിട്ടോടെ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പരിശോധനയ്ക്കായി എത്തിയിരുന്നു. അതേസമയം അസുഖം എങ്ങനെ ബാധിച്ചു എന്നുള്ള പരിശോധനയിലാണ് ആരോഗ്യ വിഭാഗം. ടൈം ന്യൂസ്, നെയ്യാറ്റിൻകര.